ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിൽ പ്രത്യേക ചർച്ച പുരോഗമിക്കുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിന്റെ നയവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവുമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നാളെ രാജ്യസഭ ചർച്ച ചെയ്യും. വനിതാ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. അഭിനന്ദനമറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ശാസ്ത്രമേഖലയിലെ ഇന്ത്യയുടെ പുരോഗതി രാജ്യത്തെ സാമ്പത്തിക ഉന്നമനത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ട് കേരളത്തിലെ പ്ലസ് 1, പ്ലസ് 2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിൽ 100ഓളം തീവ്രവാദികൾ കൊല്ലപ്പെടുകയും 9 തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിക്കുകയും ചെയ്തതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിലെ പ്രത്യേക ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക നടപടി മാത്രമല്ലെന്നും ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിന്റെ നയവും ജനങ്ങളോടുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തവും കൂടിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. मैं देश के उन वीर सपूतों को, उन बहादुर सैनिकों को नमन करता हूं जिन्होंने भारत की एकता और अखंडता सुनिश्चित करने के लिए अपना सर्वस्व बलिदान कर दिया. भारतीय सेनाओं ने ऑपरेशन सिंदूर के नाम से एक ऐतिहासिक सैन्य कार्रवाई को अंजाम दिया. यह केवल एक सैन्य कार्रवाई नहीं थी, बल्कि यह भारत की संप्रभुता, उसकी अस्मिता, देश के नागरिकों के प्रति हमारी जिम्मेदारी और आतंकवाद के खिलाफ हमारी नीति का एक इफेक्टिव और डिसाइसिव डिमॉन्स्ट्रेशन था. പഹൽഗാമിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യയുടെ നയം പാകിസ്ഥാനെ വ്യക്തമാക്കി കൊടുക്കുക എന്നതും ലക്ഷ്യമിട്ടതായി ശ്രീ രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ വ്യക്തമാക്കി. അതേസമയം പഹൽഗാമിൽ എങ്ങനെ ഭീകരർ നുഴഞ്ഞുകയറിയെന്നത് അന്വേഷിക്കണമെന്നും സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. വിഷയത്തിൽ നാളെ രാജ്യസഭയിലും പ്രത്യേക ചർച്ച നടക്കും. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ധാരണ രൂപപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിച്ചതെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ലോക്സഭയിലെ ചർച്ചയിൽ പറഞ്ഞു. ദീർഘകാലമായി പാകിസ്ഥാൻ നടത്തിവരുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാനാണ് ഇന്ത്യ ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ AIADMK MPമാരായ M ധനപാലും IS ഇബുദരയും സത്യപ്രതിജ്ഞ ചെയ്തു. ശൂന്യവേളയിൽ ചർച്ച തുടരാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവച്ചു. സമ്മേളനം പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. PM പോഷൺ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 11 കോടി കുട്ടികൾക്ക് പോഷകസമ്പുഷ്ടമായ ആഹാരം ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി JN ചൌധരി. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിതെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു. ബാൽവാടികയിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ 3ഉം 4ഉം പാദങ്ങളിൽ BSNL യഥാക്രമം 260 കോടി രൂപയും 280 കോടി രൂപയും ലാഭം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ 8.55 കോടിയായിരുന്ന ഉപഭോക്താക്കളുടെ എണ്ണം നിലവിൽ 9 കോടിയായി ഉയർന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ചെസ് വനിതാ ലോകകപ്പ് കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ജോർജിയയിലെ ബാറ്റുമിയിൽ നടന്ന ഫിഡെ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെയാണ് ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ സ്ഥാനം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയായി 19-കാരിയായ ദിവ്യ ദേശ്മുഖ്. വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് ദിവ്യ പ്രതികരിച്ചു. I think it was fate, me getting the Grandmaster title this way, because before this I didn't even have one norm, and now before this tournament I was thinking, oh, where can I get my norm, and now I'm Grandmaster, so.
ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ദിവ്യ ദേശ്മുഖിനെയും റണ്ണറപ്പായ കൊനേരു ഹംപിയെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. രാജ്യത്ത് കഴിവുള്ള അനേകം യുവാക്കളുണ്ടെന്നതിന്റെ തെളിവാണ് ഇരുവരുമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദിവ്യയും കൊനേരുവും രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി പ്ലസ് 1, പ്ലസ് 2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒരാഴ്ചയ്ക്കകം വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഗർഭാശയകള ക്യാൻസർ. ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാനം സുപ്രധാന തീരുമാനമെടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട് മന്ത്രിമാരായ P രാജീവും റോഷി അഗസ്റ്റിനും സന്ദർശിച്ചു. മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത സംഭവം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇന്ന് പാർലമെന്റിൽ നോട്ടീസ് നൽകിയിരുന്നു. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതേസമയം പ്രശ്നപരിഹാരത്തിനായി BJPയുടെ പ്രതിനിധി സംഘം നാളെ റായ്പൂരിലേക്ക് പോകും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഒരു വർഷം തികയുന്നു. പുനരധിവാസത്തിന്റെ ഭാഗമായി 410 വീടുകളിലായി 1662ലധികം ആളുകൾക്ക് താമസിക്കാൻ കഴിയും വിധം ടൌൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2024 ജൂലൈ 29 രാത്രി 11:45ഓടെയാണ് പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യം മണ്ണിടിച്ചിലുണ്ടായത്. 30 പുലർച്ചെ പുഞ്ചിരിമട്ടം, അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ നാശം വിതച്ച് ഉരുൾ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തി. അപകടത്തിൽ 298 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 32 പേരെ കാണാതായി. ജമ്മു കശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി 3 തീവ്രവാദികളെ വധിച്ചതായി സൈന്യം അറിയിച്ചു. ശ്രീനഗറിലെ ഹർവാനിൽ ലിഡ്വാസ് പ്രദേശത്തുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവരെ വധിച്ചത്. മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. മരിച്ച ഭീകരർക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ളതായാണ് വിവരം. ശാസ്ത്രമേഖലയിലെ ഇന്ത്യയുടെ പുരോഗതി രാജ്യത്തെ സാമ്പത്തിക ഉന്നമനത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ 19ാമത് സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. Now when we are going to add value to our economic growth, it is the blue economy which is going to be explored, which had not been explored earlier, and therefore lies the importance of Deep Ocean Mission. Mission also was launched by Prime Minister himself. When things start happening at the highest level, those working down the ladder spontaneously also get recognized. So I think that's a big change which has happened over the last 1 decade. മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത 14 പ്രധാന ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും കേന്ദ്രമന്ത്രി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. നൂതന കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾ, വായു ഗുണനിലവാര പ്രവചന സംവിധാനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ വിദേശകാര്യ ഉപമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിവയുൾപ്പെടെ ചർച്ചയായി. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യയും ജപ്പാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ചർച്ചയിൽ ധാരണയായി. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഗുരുതരമായ കരൾ രോഗത്തിനും ക്യാൻസറിനും കാരണമാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോളനിവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രാജ്യം പൂർണ്ണമായും മുക്തമായിട്ടില്ലെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. ശിക്ഷാ സംസ്കൃതി ഉത്ഥാന്യാസിന്റെ ജ്ഞാനസഭാ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 572 പോയിന്റ് ഇടിഞ്ഞ് 80,891ലും നിഫ്റ്റി 156 പോയിന്റ് നഷ്ടത്തിൽ 24,680ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില പവന് 73,280 രൂപയും ഗ്രാമിന് 9,160 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ലോക്സഭയിൽ പ്രത്യേക ചർച്ച പുരോഗമിക്കുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിന്റെ നയവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവുമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നാളെ രാജ്യസഭ ചർച്ച ചെയ്യും. വനിതാ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. അഭിനന്ദനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ശാസ്ത്രമേഖലയിലെ ഇന്ത്യയുടെ പുരോഗതി രാജ്യത്തെ സാമ്പത്തിക ഉന്നമനത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്.
ഗർഭാശയകള ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ട് കേരളത്തിലെ പ്ലസ് 1, പ്ലസ് 2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.